എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ അവിടെ CPIM പ്രവർത്തകർ ആക്രമിച്ചു. ആ സംഭവത്തിലെ പ്രതികൾ പലരും ഈ പാർട്ടി ഓഫീസിലുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇപ്പോൾ അവിടെ CPIM നേതാവ് ആനാവൂർ നാഗപ്പൻ സംസാരിക്കുന്നത് കാണാം. അവിടെ CPIMന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ CPIMന്റെ ജില്ലാ സെക്രട്ടറി V ജോയിയെ ദൃശ്യങ്ങളിൽ കാണാം. മുൻ MP A സമ്പത്തിനെ കാണാം. അങ്ങനെ CPIM നേതാക്കൾ നിരവധി പേർ അവിടെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ എക്സലോജി കേസുമായി ബന്ധപ്പെട്ട് ആ വിഷയം ഉയർത്തിക്കൊണ്ടാണ് ED ഈ പ്രഹസനം നടത്തിയത്. നിങ്ങൾക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ഏറെ നാളായി ഉയർത്തിക്കൊണ്ടുവരുന്ന കോൺഗ്രസും BJPയും എല്ലാം സംയുക്തമായി ഉയർത്തിക്കൊണ്ടുവന്നൊരു വിഷയമാണ്. കരിമണൽ കമ്പനിയിൽ നിന്ന് ഇന്നത്തെ ആഭ്യന്തരമന്ത്രി ചെന്നിത്തല സംഭാവന വാങ്ങിയിട്ടുണ്ട്, കള്ളപ്പണം വാങ്ങിയിട്ടുണ്ട്, ഉമ്മൻചാണ്ടി വാങ്ങിയിട്ടുണ്ട്, കുഞ്ഞാലിക്കുട്ടി വാങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ ഒട്ടുമുക്കാൽ രാഷ്ട്രീയ പാർട്ടികളും വാങ്ങിയിട്ടുണ്ട്, CPM ഒഴികെ. ചില മാധ്യമ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ED അന്വേഷിക്കുന്നത് എവിടെയാ? നിയമപരമായി എഗ്രിമെൻ്റ് ഉണ്ടാക്കി ഒരു സംവിധാനത്തിൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കിക്കൊണ്ട് സേവനത്തിന് തയ്യാറായിട്ടുള്ള എക്സലോജിക് എന്ന് പറയുന്ന കമ്പനി 1,81,00,000 രൂപ 3 കൊല്ലക്കാലത്തിനകത്ത് ബാങ്ക് വഴി നൽകി. അവരുടെ സേവനത്തിന് പ്രതിഫലമായി ബാങ്ക് വഴിയാണ് നൽകിയത്. ബാങ്ക് വഴി കൈക്കൂലി വാങ്ങുന്നു എന്ന് പറയുന്ന പുതിയ സംഭവവികാസം ലോകത്തൊരിടത്തും ഉണ്ടാവാത്ത സംഭവവികാസമാണ് ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായത്. ഇപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ റെയ്ഡ്. അതിൻ്റെ പേരിൽ ഒരുപാട് അഭ്യാസം രാവിലെ നടത്തിയ പോലീസ് ഇന്നിപ്പോൾ ഈ ആഫീസിനകത്തേക്ക് കയറാൻ പോവുകയാണ് പോലീസ്. ഒരു കാരണവശാലും കയറാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളുടെ ഓഫീസിലേക്ക് പ്രവേശിക്കാൻ ഒരു പോലീസുകാരൻ മതിയാറില്ല. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ കയറാനൊക്കില്ല. ഞങ്ങൾ നേരെ ആക്രമണം നടത്തിക്കൊണ്ടല്ലാതെ പോലീസിൽ ഈ ഓഫീസിനകത്ത് പ്രവേശിക്കാനാവില്ല. ഞങ്ങൾ ശക്തിയായി ചെറുക്കും. ഞങ്ങളുടെ ചവിട്ടി മതിച്ചുകൊണ്ടല്ലാതെ പോലീസിന് ഈ ഓഫീസിനകത്ത് പ്രവേശിക്കാനാവില്ല എന്ന കാര്യം ഉത്തരവാദിത്തോടെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ അനുവദിക്കില്ല. പോലീസിൻ്റെ നരനായിട്ട് ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ചോദിച്ചത് എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തില്ല. രാഹുൽ ഗാന്ധിക്ക് സങ്കടമാണ് അറസ്റ്റ് ചെയ്യാത്തതിൽ. രാഹുൽ ഗാന്ധിയുടെ പുന്നാര അളിയൻ ജയിലിൽ പോകാതിരിക്കാൻ 180 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തത് എന്നത് നിങ്ങൾക്കെല്ലാം അറിയാം. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവ്. അങ്ങനെയുള്ള രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ ഡൽഹിയിലേക്ക് പോയി പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും കണ്ടു. ഇവർ തമ്മിലുള്ള രഹസ്യ ഡീലാണ്. തിരഞ്ഞെടുപ്പിന് മുമ്പ് അവരുണ്ടാക്കിയ രഹസ്യ ഡീലാണ് ഓരോന്നോരോന്നായി മറന്നീക്ക് പുറത്തു വരുന്നത്. ഇവരുടെ എല്ലാം ഉറപ്പോടുകൂടെയും ഇവരുടെ എല്ലാ അനുഭവത്തോടു കൂടെയാണ്, ഇവരുടെ ആവശ്യപ്രകാരമാണ് ഈ റെയ്ഡ് നടന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരുപാട് ഇതുപോലത്തെ അഭ്യാസങ്ങൾ കണ്ടിട്ടുള്ളവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഏത് സാഹചര്യത്തെയും നേരിടാൻ ഈ പാർട്ടി സുസജ്ജമാണ്. എല്ലാ പ്രതിരോധങ്ങളെയും നേരിട്ട് ശക്തിയായി നമ്മൾ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഓഫീസുകൾ റെയ്ഡ് ചെയ്യാനും ഓഫീസുകൾ അതിക്രമിച്ച് കയറാനും ഒരിക്കലും നമുക്ക് അനുവദിക്കാനാവില്ല. കാര്യങ്ങൾ സങ്കീർണമായി പോവുകയാണ്. പാർട്ടി ഓഫീസിൽ കടന്ന് ആരെയും അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ആനാവൂർ നാഗപ്പൻ CPM നേതാവ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഈ സംഭവത്തിലെ പ്രതികൾ പലരും പാർട്ടി ഓഫീസിലുണ്ട്, അവരെ കസ്റ്റഡിയിലെടുത്തേ പോകൂ എന്ന നിലപാടിലേക്ക് പോലീസും എത്തിയിരിക്കുകയാണ്. അങ്ങനെ മറ്റൊരു സംഘർഷ സാഹചര്യം ഇപ്പോൾ തലസ്ഥാന നഗരത്തിൽ രൂപപ്പെടുകയാണ്. അവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ CPMന്റെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.